ഹായ്. ഹാഷ്ടാഗ് ഒലീവിയ നല്ല ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുവാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ എൻ്റെ യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെ നിങ്ങളെ അറിയിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ക്ലാരിഫിക്കേഷനുമായിട്ട് വരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങൾ എന്നെ കാണാതൊക്കെ ഇരിക്കുമ്പോൾ പലരും വിചാരിക്കും ഞാൻ എവിടെ പോയി എന്ന്. ഞാൻ എങ്ങും പോയതല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് അതെന്താണെന്ന് പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമില്ല. എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസ് വരാത്തത് കേട്ടോ. ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയാനായിട്ട് എനിക്ക് എനിക്ക് കിട്ടിയൊരു അവസരം തന്നെയാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എത്ര പേര് എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയത്തില്ല. അവരുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അനുഭവജ്ഞാനങ്ങളൊന്നും ഉള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുള്ള ആൾക്കാർ, ബിസിനസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പല ബുദ്ധിമുട്ടുകളിൽ കൂടി ബിസിനസ് സ്ഥാപനങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന ആൾക്കാർ, അതേപോലെ തന്നെ എൻ്റെ പ്രോഡക്ട്സ് വാങ്ങി ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ പ്രോഡക്ട്സുകൾ കിട്ടാതെ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇവരുടെയൊക്കെ മെസ്സേജുകളാണ് എന്നെ തേടി വന്നിട്ടുള്ളത്. ആ ഒരു ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണ്ടേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് കുറച്ച് ക്ലാരിഫിക്കേഷനുകൾ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ തരുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുക, കേൾക്കുക. കഴിഞ്ഞ ജൂൺ 27 ആണ് ഫസ്റ്റ് ഒരു വീഡിയോ ഒലീവിയയുടെ ഹാഷ്ടാഗോട് കൂടി യൂട്യൂബിൽ വരുന്നത്. ആദ്യം ഇൻസ്റ്റഗ്രാമിലാണ്, യൂട്യൂബിൽ വരുന്നത് ഫസ്റ്റ് ആ ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ വന്ന ശേഷം ഹാഷ്ടാഗ് ഒലീവിയ ഡിസൈൻസ് എന്ന ആ ഒരു ഹാഷ്ടാഗോട് കൂടി 83 ചാനലുകളിൽ 216 വീഡിയോസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മോശമായിട്ടുള്ളത്. ഫസ്റ്റ് ജൂൺ 27 ഇറ്റ്സ് മീ കൺമണി എന്ന ഒലീവിയ ഡിസൈൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വരുന്നതിന് തൊട്ടു പുറകെ ജൂലൈ 1 മുതൽ ഈ ഒരു നിമിഷം വരെ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന കംപ്ലീറ്റ് ടൈമും അതേപോലെ തന്നെ ക്യാപ്ഷൻസും കാര്യങ്ങളും എല്ലാം അടങ്ങിയ എവിഡൻസ് കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ആ ഡേറ്റാസ് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് വരുന്ന ഓരോ വീഡിയോസിന്റെയും ക്യാപ്ഷൻസ് വധഭീഷണി വരുമോ, ഭീഷണി വരുമോ. ഇന്ന് വരെ, ഈ നിമിഷം വരെ എന്നെ പേഴ്സണലായിട്ട് വ്യക്തിഹത്യ ചെയ്തിരിക്കുന്ന ബ്ലോഗേഴ്സിനെ പോലും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി കോണ്ടാക്ട് ചെയ്യുകയോ ഏതെങ്കിലും രീതിയിൽ അവരെ തെറി വിളിച്ചുകൊണ്ട് വരികയോ അല്ലെങ്കിൽ എന്നെ ഇത്രയും മോശമായി പബ്ലിക്കിൽ അപകീർത്തിപ്പെടുത്തിയിട്ടും ഞാൻ അവർക്കെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യുകയോ യാതൊരു കാര്യങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതൊട്ട് ചെയ്യത്തുമില്ല. ഇനി അങ്ങോട്ടും അതെന്റെ ജോലിയല്ല. എനിക്കിപ്പോൾ എൻ്റെ യൂട്യൂബ് നല്ല റീച്ചിൽ നിൽക്കുന്ന ടൈമാണ്. കാരണം ഏത് വീഡിയോസ് ഇട്ടാലും ഭയങ്കര വാച്ച് അവറും കാര്യങ്ങളുമാണ്. എനിക്ക് വേണമെങ്കിൽ എന്നെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു ആ കമന്റ്സ് എടുത്തുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യാം. അങ്ങനെ എന്ത് വീഡിയോ ചെയ്താലും ഇപ്പൊ ഒലീവിയയുടെ കാണാൻ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ചെയ്യാം. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ 1-2 കാര്യങ്ങൾ വളരെ ക്ലാരിഫിക്കേഷനോട് പറയാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, എന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ വന്നത് ഒരു ലേബർ ഇഷ്യൂ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ഇന്നിവിടെ പ്രതിപാദിച്ച് നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡിനെ പേഴ്സണലായിട്ട് നടത്തുന്ന വ്യക്തിഹത്യയാണ്. ആദ്യം ലേബർ ഇഷ്യൂ വന്നു, അതിനെ സംബന്ധിച്ച് പല വോയിസ് ക്ലിപ്പുകൾ കൊണ്ടുവന്നു, എന്റെ ഗ്രൂപ്പിലെ കാര്യങ്ങളായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാക്സിമം ഇൻസൾട്ട് ചെയ്തു. അതിനുശേഷം എന്റെ സ്റ്റാഫുകളെ, ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളെ ഇൻസൾട്ട് ചെയ്തുള്ള വീഡിയോസ് വന്നു. അതിനുശേഷം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ്. അതായത് കഴിഞ്ഞ കൊറോണ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വേറെ ആരോടൊപ്പം അല്ല എന്നോടൊപ്പം കുറച്ച് ടിക്ടോക്ക് വീഡിയോസുകളും പുള്ളിയുടേതായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്ത് ഞങ്ങളുടെ 2 പേരുടെയും ഫേസ്ബുക്കിൽ ഇന്നും ആ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു നാണക്കേടോ മാനക്കേടോ ആയിട്ട് തോന്നിയെങ്കിൽ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യത്തില്ല. ഞങ്ങളുടെ ഇത്
അതിനുശേഷം ടിക്ടോക്കിൽ എനിക്ക് 8.3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് നല്ല റീച്ചായി നിൽക്കുന്ന ഒരാളാണ്. എന്റെ ഒരു ഫാമിലി വീഡിയോസ് ഇട്ടാൽ ഏകദേശം 6 ലക്ഷം പേരോളം 2 ദിവസത്തിനുള്ളിലൊക്കെ കാണുന്ന ഒരു ഇൻസ്റ്റഗ്രാമാണ്. ഇത്രയും സ്റ്റാഫുകൾ എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾക്ക് എത്ര വീഡിയോസ്, എനിക്ക് തോന്നുന്നു എന്റെ ഡ്രസ് വീഡിയോയെക്കാട്ടി കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്റെ ഓഫീസിലെ കാഴ്ചകളും എന്റെ വീട്ടിലെ കാര്യങ്ങളും ഫുഡ് കഴിക്കുന്നൊക്കെ 1.3 മില്യൺ ഒക്കെയാണ് യൂട്യൂബില്. ആ സ്ഥാനത്ത് എന്റെ ഹസ്ബൻഡ് ഇത്രയും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും പബ്ലിസിറ്റി, നമ്മൾ എല്ലാവരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കൊരു പബ്ലിക് ഫിഗർ ആകണം എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റഗ്രാമിൽ വന്ന് ഇവരോടൊപ്പം 2 ഡാൻസ് കളിച്ചാലും ആരും ഒന്നും പറയത്തൂല, കാരണം ഞങ്ങളുടെ ഓഫീസാണ്. പക്ഷെ ഒരിടത്ത് പോലും പുള്ളി ഇന്ന് വരെ പുള്ളിയുടെ തല കാണിക്കാൻ വന്നിട്ടില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ചു സിബിച്ചൻ എന്താ വരാത്തെ, സിബിസാറിനെ ഞങ്ങൾക്ക് കാണണ്ടേ, പുള്ളി വന്നിട്ടില്ല. അതേപോലെ തന്നെ ഒന്നെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ, എന്റെ മോന്റെയോ എന്റെയോ ഒക്കെ ബർത്ത്ഡേ ആണെങ്കിലോ, അതേപോലെ തന്നെ ഞങ്ങള് പുതിയ കാറുകളോ വല്ലതും എടുക്കുന്ന സമയത്തൊക്കെ അതിന്റെ ഒരു കേക്ക് കട്ടിങ് ഒക്കെയാണ്. അതിന്റെ അറ്റത്തോ മൂലയിലോ എവിടെയെങ്കിലും ഞങ്ങൾ പിടിച്ചു നിർത്തിയിട്ടാണ് പുള്ളി ഒന്ന് നിൽക്കുന്നത് തന്നെ. അപ്പൊ പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി കിഴങ്ങനാണ്, പൊട്ടനാണ്, അല്ലെങ്കിൽ വിവരമില്ലാത്തവനാണ് എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, ഒരു കിഴങ്ങനോ പൊട്ടനോ വിവരമില്ലാത്തവനോ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് നേരെ വരുന്ന അലിഗേഷനിൽ ഒന്ന് മാനുഫാക്ചേഴ്സ്, കടക്കാരുടെയൊക്കെയാണ്. ഈ കേരളത്തിലെ നമ്പർ 1 ബിസിനസ് സ്ഥാപനമായി ഇന്ന് ഒലീവിയ മുൻപോട്ട് പോകത്തില്ല. എന്റെ ബുദ്ധിയല്ല. ഞാൻ എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്റെ ജോലി എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുകയും ഈ പിള്ളേരോടൊപ്പം എൻജോയ് ചെയ്യുന്നതായിരുന്നു എന്റെ ജോലി. ഞാൻ അങ്ങനെ ഒരു ഓണറായിട്ട് എന്റെ ഓഫീസിൽ വന്ന് നോക്കുന്നവർക്കറിയാം, എനിക്കൊരു MD ക്യാബിൻ പോലും ഇല്ല. ഒരു കസേര പോലും അവരുടെ കസേര എന്റെ കസേര, അങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വരുന്നു, അച്ഛനെ കാണാനായിട്ടൊരു ക്യാബിൻ, നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തുന്നു, ഞാൻ വരുന്നു, അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഞങ്ങൾക്കില്ല. അപ്പോ പുള്ളിക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ പുള്ളിക്ക് കഴിവുണ്ടായിട്ടല്ലേ, ബുദ്ധി ഉണ്ടായിട്ടല്ലേ, അത്ര നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വന്നിട്ട് 2 ടിക്ടോക്ക് വീഡിയോസ് എടുത്തിടുമ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, ഒരു വീഡിയോസ് കണ്ട് ചിലർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കാണുന്ന വീഡിയോ, അല്ലെങ്കിൽ ഇതൊക്കെയുള്ള വീഡിയോസ് കാണുന്ന നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ കേരളത്തിൽ നല്ല ആർക്കെങ്കിലും ഒരു വ്യക്തിയെ അവരുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? അതായത് എന്നെ കുറിച്ച് ഇപ്പം ഞാൻ പറയാണ്, മിക്ക യൂട്യൂബേഴ്സ്, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഡ്രസ് വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, അവരെല്ലാം അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഹോം ടൂർ ആണ്. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ അവരുടെ എന്ത് വീടായാലും അവരെ ഹോം ടൂർ കാണിക്കുന്നു. അവരുടെ പുതിയ അവരെടുക്കുന്ന ഓരോ ഗിഫ്റ്റുകൾ, വണ്ടികളെ കാണിക്കുന്നു, അവർ ഓരോന്നും കാണിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ ചാനലും എടുത്തു നോക്കുക, അതൊരു മെയിൻ കണ്ടന്റ് ആണ് എന്റെ ഹോം ടൂർ എന്ന് പറഞ്ഞത്. ഞാൻ ഏകദേശം 1 വർഷത്തോളം ഈ വീട്ടിൽ താമസമായിട്ടുണ്ട്. ഇന്നു വരെ എന്റെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഹോം ടൂർ കാണിക്കണം എന്ന് ആൾക്കാർ ആവശ്യപ്പെട്ട ഏറ്റവും മൂല്യം എവിടെയെങ്കിലും ഒക്കെ ഞാൻ കാണിക്കും ഫ്രണ്ടിൽ നിന്ന്. കാരണം എനിക്ക് വീഡിയോ ചെയ്യാനാണ് ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് ഈ വീട് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഒരു ക്ഷാമം വരരുത്. വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാലോ, എന്റെ ഡ്രസ്സിന് ഒരു ക്ഷാമം. അതിനാണ് ഇതെല്ലാം വാൾ പെയിന്റ് ചെയ്ത്, ഒരു വാൾപേപ്പർ പോലും ഒട്ടിക്കാതെ വാൾ പെയിന്റ് ചെയ്ത് അത്രയും ഐഡിയാപരമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് വീഡിയോ ചെയ്യാനാണ്. കാരണം ഞാൻ ഡ്രസ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. നമ്മളല്ലാത്ത റീലുകൾ, നമ്മുടെ കുഞ്ഞുമായിട്ടൊക്കെ നമ്മൾ റീലുകൾ ചെയ്യുന്നവരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പൊ എന്റെ വീടിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ ഇഷ്യൂസ്. ഇപ്പൊ ഇഷ്യൂസിനെ അങ്ങ് മറികടന്നുകൊണ്ട് #ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗില് പിന്നെ എപ്പിസോഡ് 1, 2, 3, 4 ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ, അപ്പൊ അതിനകത്ത് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. ആ വ്യക്തി ലൈവില് വന്നിരുന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ആ വ്യക്തി ലൈവിൽ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്, ആ വ്യക്തിക്ക് എന്നുമായിട്ട് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾ തിരക്കുക. എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളോട് നിങ്ങൾ ചോദിക്കുക, അച്ചുമായി എന്തെങ്കിലും പേഴ്സണൽ വിഷയം ഉണ്ടോ? ആ വ്യക്തിയുമായി ഞാൻ ഒരു തെറിവാക്ക് പോലും ആ വ്യക്തിയുമായിട്ടോ ഒന്ന് ചൂടായിട്ടോ ഇല്ല. ആ വ്യക്തി വന്നിരുന്ന് പറയുന്നത് 9ാം നിലയിൽ നിന്ന് അവൾ 1ാം നിലയിലേക്ക് അവൾ എത്തി,
എന്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. അച്ചു 33 വയസ്സുള്ള അച്ചു അത് പിടിച്ചു നിൽക്കുന്നില്ല, അവളെ സമ്മതിക്കണം. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അവള് വീണ്ടും വന്ന് വീഡിയോ ചെയ്യുന്നു. അവിടെ വീടിന്റെ മുന്നിൽ ഓരോ ഗേറ്റുകളായിട്ട് കാറുകൾ അട്ടിയടുക്കിയിട്ടിരിക്കുന്നു. അവിടെ വീട് മൊത്തം കളർഫുൾ. ഇതൊക്കെയാണോ കേരളത്തിലെ പ്രശ്നം? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, അച്ചുവിന്റെ വീട് വാൾ പെയിന്റിങ് ചെയ്തിരിക്കുന്നതാണോ എന്ന് കേരളത്തിലെ ചർച്ചാ വിഷയം? അതുകൊണ്ടാണോ കേരളത്തിലെ ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ കേരളത്തിലെ പട്ടിണി പാവങ്ങൾ ഉള്ളത്? അതുകൊണ്ടാണോ പിന്നെ മറ്റു ഓരോ ഇഷ്യൂസുകൾ ഉണ്ടാവുന്നത്? എനിക്ക് കേട്ടിട്ട് തന്നെ അത്ഭുതം വരുന്ന ഒരു കാര്യമാണ്. അതൊരു മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു വ്യക്തി സ്വാതന്ത്ര്യം. ഞാൻ മോശമായ ഒരു ഡ്രസ് ഇട്ട് സമൂഹത്തിന് എന്തെങ്കിലും മോശമായ മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണമേ. ഞാൻ മാന്യമായ ഡ്രസ്സ് ധരിച്ച് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് വീഡിയോസ് ചെയ്യുന്നു, എൻ്റെ വീട്ടിലെ കാഴ്ചകൾ നിങ്ങളെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു, എൻ്റെ സ്വപ്നങ്ങൾ നേടുന്നു. നമ്മുടെ ഓരോ ഇത്ര ഇഷ്ടമാണ്. നമ്മൾ എന്നാ പിന്നെ വണ്ടിക്കാരൊന്നും പുതിയ പുതിയ വണ്ടികൾ ഇറക്കണ്ടല്ലോ, പുതിയ പുതിയ കാര്യങ്ങൾ ഇറക്കുക. അതൊക്കെ വാങ്ങിക്കാൻ ആളുണ്ടായിട്ടല്ലേ അവരതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തൊക്കെ. ഇതൊക്കെയാണോ കേരളത്തിലെ പ്രശ്നം? എനിക്കറിയാൻ വയ്യ. ഒരു ലേബർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് സമ്മതിക്കുന്നു, എന്റെ പോയ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പരാതിയുണ്ട്, നിങ്ങൾ ഈ ബ്ലോഗർമാര്, നിങ്ങൾ അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, നിങ്ങൾ ആ കുട്ടികളുമായി ഒത്തൊരുമിച്ച് എന്റെ അടുത്ത് വരിക. കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു മാം വന്നു, സംസാരിച്ചു. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ മാം എനിക്ക് പറഞ്ഞു തന്നു. അച്ചു, ഇന്നിന്ന കാര്യങ്ങൾ നീ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ലേബർ സംബന്ധമായി നീ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ സ്റ്റാഫ് എന്ന് പറയരുത്, എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഒരിക്കലും ആ മാമിനോട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലാണ് വന്നത്, ഞാൻ പറഞ്ഞില്ല, ഷൗട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, മാം അതിനെ എനിക്കറിയില്ല. എനിക്കിപ്പോ 33 വയസ്സായി, 22ാമത്തെ വയസ്സിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. എനിക്ക് ബിസിനസ് പാരമ്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, എന്റേതായിട്ടുള്ള പാളിച്ചകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിൽ ഒരിക്കലും പറയുന്നില്ല, ആര് വന്നാലും എന്റെ തെറ്റെന്താണോ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോ എന്റെ തെറ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്. എനിക്ക് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണ്? കേരളത്തിൽ നിന്ന് ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരോടും തുടങ്ങിക്കൊണ്ടിരിക്കുന്നവരോടും നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കണം. എനിക്ക് പറ്റിയ തെറ്റാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവരെനിക്ക് പറഞ്ഞു, അവരാരും എന്നെ ക്രൂശിച്ചിട്ട് പോയിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്ന ഒന്ന്, സ്റ്റാഫുകളായി കാണുക. കാരണം ഇപ്പം ഇന്നലെ എനിക്കൊരു അഡ്വൈസ് എന്ന ഒരാൾ പറഞ്ഞത്, സിമ്പതി ഒരിക്കലും ബിസിനസ്സിൽ എടുക്കരുത്. എന്തിനാ സിമ്പതി എടുക്കുന്നത്? നിനക്ക് ആർക്കെങ്കിലും ചാരിറ്റി ചെയ്യണമെങ്കിൽ, നിനക്ക് ആരെങ്കിലും 10 രൂപ കൊടുത്ത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പുറത്തുള്ള പട്ടിണി പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അല്ല, നിന്റെ സ്റ്റാഫുകളുടെ ബിസിനസ്സിൽ സിമ്പതി കൊണ്ടുവരരുത്. കണ്ണുനീരുമായി വരുന്നവരുടെ കണ്ണുനീര് കാണാൻ പോകരുത്. അവർക്ക് ജോലി കൊടുക്കുക. ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ള നിന്റെ റൂളുകൾ അത് ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ് ഇല്ല. നിനക്ക് നിന്റെ ബിസിനസ് നിന്റേതായിട്ടുള്ള റൂളുകളുണ്ട്. ആ റൂളുകളെ പുറത്തൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ആ റൂളുകൾ നീ പാലിക്കുക, അല്ലെങ്കിൽ നീ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുക. അവർക്ക് ഒരു സ്റ്റാഫുകൾ എന്ന നിലയിലുള്ള ഫ്രീഡം കൊടുക്കുക. അതിനപ്പുറം നീ എന്തിനാണ് അവരെ സഹോദരിമാരായി കണ്ടത്? നീ എന്തിനാണ് നിന്റെ വീട്ടിൽ വെച്ച് ഫുഡ് കൊടുക്കാൻ പോയത്? നീ എന്തിനാണ് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ സങ്കടം കേൾക്കാൻ പോയത്? അവർക്ക് പോകാൻ വീടുകളില്ല എന്ന് പറഞ്ഞ് നിന്റെ കാല് പിടിച്ചപ്പോ നീ എന്തിനാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പോയത്? അപ്പൊ ഓരോ കാര്യങ്ങളും അവർ കരച്ചിലുമായി വരുമ്പോ നീ എന്തിനാ കരച്ചില് കേൾക്കാൻ പോയേ? ഈ കേരളത്തിൽ സക്സസ് ആയിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നില്ലേ? അവർക്ക് ആർക്കെങ്കിലും ഇനി ലേബർ ഇഷ്യൂസോ പ്രോബ്ലങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അവര് സ്റ്റാഫുകളായി കണ്ടു. അവരുടെ ബിസിനസ്സിനെ അവർ സ്നേഹിച്ചു. അവരവരുടെ സ്റ്റാഫുകളുടെ ദുഃഖം കേൾക്കാൻ പോയില്ല. അവരുടെ കുടുംബത്തിന് ജപ്തി ഉണ്ടോ എന്ന് നോക്കാൻ പോയില്ല. അവരുടെ അപ്പനമ്മമാരെ നോക്കാൻ ആൾക്കാരുണ്ടോ എന്ന് നോക്കാൻ പോയില്ല. അവർക്ക് ആഹാരമുണ്ടോ, ഉടുതുണിയുണ്ടോ, മറുതുണിയുണ്ടോ എന്ന് അവർ നോക്കാൻ പോയില്ല. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കേട്ടിട്ട് അവരെ സഹോദരിമാരായിട്ട് കാണാൻ പോലെ. നിനക്ക് സഹോദരിമാരായിട്ട് കാണാൻ നിന്റെ കസ്റ്റമേഴ്സ് ഇല്ലേ? നിന്റെ കുടുംബത്തിലെ ആൾക്കാരില്ലേ? എന്തിനാണ് ഇവരെ കാണാൻ പോയത്? അതാണ് അച്ഛന് പറ്റിയ തെറ്റ്. അത് നിങ്ങൾ ഇനി ഒരാളും ആവർത്തിക്കരുത്. എന്റെ തെറ്റ് ഞാൻ തിരുത്താൻ തയ്യാറാണ്. അത് ആരെനിക്ക് അഡ്വൈസ് തന്നാലും എന്റെ ബിസിനസ്സിൽ ഞാൻ കാണിച്ച ഒരു ഓണറായി നിൽക്കാൻ ഞാൻ പഠിച്ചില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് പറ്റിയ തെറ്റാണിത്. ഇന്ന് വരെ നിങ്ങൾ പറയുന്നു എന്റെ ഹസ്ബൻഡ് ഗ്രൂപ്പുകളിൽ കൂടെ, അത് തീർച്ചയായിട്ടും ഞാൻ ഒരു സ്ഥാപനത്തിൽ ഒരു ഗ്രൂപ്പ് വേണ്ട, എല്ലായിടത്തും ഒരു ഗ്രൂപ്പ് വേണ്ട. ഇത്രയും പെൺകുട്ടികൾക്ക് പേഴ്സണലായി പോയി മെസ്സേജ് അയക്കുന്നതാണോ തെറ്റ്? ഒരു ഗ്രൂപ്പിൽ കൂടെ തന്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നതാണോ തെറ്റ് എന്ന് നിങ്ങൾ അറിവുള്ളവർ പറയുക. ആ ഗ്രൂപ്പിൽ കൂടെ ഒരാളെ ദേഷ്യപ്പെടാനുള്ള ഒരു വോയിസ് ഇടണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു റീസൺ അവിടെ ഉണ്ടായി കാണില്ലേ? ഇത്രയും
പെൺകുട്ടികൾ അല്ലെ, നിങ്ങളൊന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക് അല്പമെങ്കിലും? ഇത്രയും പെൺകുട്ടികളെ നമ്മൾ ഒരുമിച്ച്, കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ 4 പെൺകുട്ടികളെ വെച്ച് ഞാൻ ഒരു ജുവലറി ഷോപ്പ് തുടങ്ങിയതാണ്. ആ ജുവലറി ഷോപ്പിൽ ആ 4 പെൺകുട്ടികളെ വെച്ച് ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും ഒരു ചെറിയ പെൺകുട്ടി ഇത്രയും പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് സ്വന്തം നാട്ടിൽ ബിസിനസ്സുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ, അപ്പോ നമ്മുടെ ഗ്രൂപ്പുകളിൽ കൂടെ അല്ലേ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവരുടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു, എന്റെ ബിസിനസ് മുന്നോട്ട് റൺ ചെയ്യുന്നത് കസ്റ്റമേഴ്സിൽ കൂടെയാണ്. കസ്റ്റമേഴ്സിന് കംപ്ലൈന്റ് വന്നാൽ ഇന്നല്ല നാളെ ആണെങ്കിലും എനിക്ക് അവരോട് സ്നേഹത്തെ ആദ്യം പറഞ്ഞു കൊടുക്കും. അത് അവർ തെറ്റിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികളോടല്ല, ജോലി കയറി 1 മാസമായവരോടല്ല, 6 മാസവും 8 മാസവും ആയവർ ആ കസ്റ്റമറിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് പറ, നിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ എത്രയോ കുട്ടികളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം അച്ചുവിന്റെ തെറ്റുകൊണ്ടാണോ? അച്ചു ഒരു വീഡിയോ ചെയ്യുന്നു, ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എടുക്കാൻ വന്നവരല്ല, നിങ്ങൾ ഒലീവിയ കണ്ടൊന്ന് ഹായ് ഇട്ടതാണ്, ഒരു ഡ്രസ്സിന്റെ എൻക്വയറിക്ക് വന്നതാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങൾ എന്റെ കംപ്ലൈന്റ് നമ്പറിൽ അറിയിക്കണേ, ഞങ്ങൾക്ക് ആ സ്റ്റാഫുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഒരു കുട്ടി കാരണം എന്റെ ഒരു കസ്റ്റമർ നഷ്ടപ്പെടരുത് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ കസ്റ്റമറെ ചീത്ത വിളിച്ചാൽ, കസ്റ്റമറെ ബ്ലോക്ക് ചെയ്താൽ, കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്താൽ ഒക്കെ ലേഡീസ് ആണ്. അവരെ ഇൻസൾട്ട് ചെയ്താൽ നിങ്ങൾ പറ, ഞാൻ എന്റെ സ്റ്റാഫുകളെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ ഒരു മനുഷ്യൻ, ഞാൻ ഓണറായി നിന്നിട്ടില്ല, ഞാൻ ഓണറായി പുറത്തു പോയി അലിഗേഷൻ പറയുന്ന കുറെ കുട്ടികൾ എന്ന് പറഞ്ഞു. ഇവർക്ക് ആർക്കെങ്കിലും 5% കമ്മീഷൻ ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് തെളിയിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പാരിതോഷികം ഞാൻ തരാം. ഈ പുറത്തു പോയ കുട്ടികൾ പറഞ്ഞു, ഇപ്പൊ അടുത്ത ഒരു അലിഗേഷൻ ആണ്, 10% എന്ന് പറഞ്ഞിട്ട് 5% ഞാൻ കൊടുക്കുന്നതെന്ന്. ഈ പുറത്തിറങ്ങി ആരെയും കൊണ്ട്, ഞാനിത് നിങ്ങളോട് ഡയറക്റ്റ് ആണ് സംസാരിക്കുന്നത്. പ്രൂഫുകളുമായി വരാൻ ഞാൻ ജീവനോടുള്ള ഒരു വ്യക്തിയല്ലേ. നിങ്ങൾക്ക് ചോദിച്ചൂടെ, ഞങ്ങൾ പ്രൂഫുകളുമായി ചെന്നപ്പോൾ അവരെ അടുക്കുന്നില്ല, നാളെ വീഡിയോ ഇട്ടൂടെ? ഞാൻ നിങ്ങളോട് മുഖാമുഖം ചോദിക്കുകയാണ്. നിങ്ങൾ ബ്ലോഗേഴ്സ്, നിങ്ങളുടെ കണ്ടന്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഇത് മുന്നോട്ട് എടുത്തിട്ട് നിങ്ങൾ ആ കുട്ടികളുമായിട്ട് വരിക, 5% കിട്ടിയവരുടെ പ്രൂഫ് കൊണ്ടുവരിക. ലിപ്സ്റ്റിക് ഇടാത്തതിന്റെ പേരിൽ ഫൈൻ മേടിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൂഫ് കാണിച്ചാൽ ദൈവനാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പോട്ടെ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ പാരിതോഷികം തരാം. ലിപ്സ്റ്റിക് ഇടാത്തതിന്റെ പേരിൽ ഫൈൻ മേടിച്ചതിന്റെ ഒരു പ്രൂഫ് കാണിച്ചാൽ. പിന്നെ അതുപോലെ തന്നെ ഒലീവിയ എന്ന് പറയുന്ന 2 പ്ലാറ്റ്ഫോമുകളാണ്. ഒന്ന് ഓഫ്ലൈൻ ബിസിനസ്സും ഉണ്ട്, ഒന്ന് ഓൺലൈൻ ബിസിനസ്സും ഉണ്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ ഓൺലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ പറയുന്ന 40,000 എന്ന് പറയുന്നത് എന്റെ ഓൺലൈൻ ഇതുമായിട്ട്, എന്റെ ഷോപ്പിൽ എങ്ങനെ എനിക്ക് 40,000 രൂപ കൊടുക്കാൻ പറ്റും? അവിടെ കസ്റ്റമേഴ്സ് വരണം. വരുന്ന കസ്റ്റമറിന്റെ എനിക്ക് ബ്ലോഗ് ചെയ്യുന്നവരെ എനിക്ക് ചീത്ത വിളിക്കണം, എനിക്ക് അവരോടെല്ലാം സ്നേഹമേ ഉള്ളൂ. എനിക്ക് അവരോട് ചെയ്താൽ നിങ്ങളൊന്ന് ബുദ്ധി വെച്ച് ചിന്തിക്കൂ സുഹൃത്തുക്കളെ. ആ ഷോപ്പിൽ വരുന്ന സ്റ്റാഫുകളുടെ കാര്യമല്ല ഞാൻ ഈ വീഡിയോ പറഞ്ഞ. ആ കുട്ടികൾ ഒരാള് പോലും എന്റെ വീഡിയോയിൽ ഇല്ല. ഞാൻ കാണിക്കുന്നത് എന്റെ ഓഫീസിലെ സ്റ്റാഫുകളെയാണ്, അവിടുത്തെ സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഷോപ്പിലെ സ്റ്റാഫുകളുടെ ഒപ്പം എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ? അവിടെ കസ്റ്റമർ വരുന്ന സമയത്ത് ഞാൻ ആ കൊച്ചുങ്ങളെ വിളിച്ച് ഡാൻസ് കളിച്ചാൽ മതി? എന്റെ ഷോപ്പിലെ വീഡിയോസ് തുടക്ക കാലങ്ങളിലാണ്ട് 1-2 എണ്ണം ഇട്ടതല്ലാതെ ഈ 3 വർഷമായിട്ട് എവിടെയെങ്കിലും എന്റെ ഷോപ്പിന്റെ ഒരു ഭാഗം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഉണ്ടോ? എന്റെ ഓൺലൈന് അവിടുത്തെ ഒരു സ്റ്റാഫുകളെ ഞാൻ കാണിക്കുന്നില്ല, അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറയുന്ന എനിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ഓൺലൈനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയുന്നത്, ഇത് 5 പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ മേടിക്കുമെന്ന സിബി സാറിന്റെ ഭീഷണി. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ചെയ്തവരെ, എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾ ചോദിച്ചാൽ തരാം. നിങ്ങൾ അവരുടെ ആ ഒരു പ്രൂഫ് ഒന്ന് കൊണ്ടുവരൂ. വാ കൊണ്ട് പറയാതെ ഞാൻ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. നിങ്ങളിപ്പോ വിചാരിക്കും പൈസ കൊണ്ട് വെല്ലുവിളിക്കുവോ എന്നല്ല, ഞാൻ ഇങ്ങനെ പ്രൂഫ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാമെന്നാ പറയുന്നത്. ഈ 5 പേരെ കൊണ്ടുവരാത്തതിന് ഒരാളുടെ കയ്യിൽ നിന്ന് ഫൈൻ മേടിച്ചതിന്റെ പ്രൂഫ് നിങ്ങൾ തന്നാൽ ഇതിക്കുള്ളിൽ ഞാൻ എന്താ പറയുക? ഇനി അടുത്തത് CCTV. എന്റെ വീട്ടിലാണ് ഓഫീസ്, വീടിന്റെ ബാക്കിലാണ് വരുന്നവർക്കറിയാം. എന്റെ വീട്ടിൽ ഇത്രയും പെൺകുട്ടികൾ നിൽക്കുന്ന ഓഫീസിനകത്ത് ഈ ഒരു സ്പേസിൽ ഞാൻ CCTV വെച്ചിട്ട് എനിക്ക് അവരുടെ എന്ത് കാണാനാണ്? എനിക്ക് അവരുടെ ആ CCTV വെച്ചിട്ട് എനിക്ക് എന്ത് അവരിൽ, ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ട്,
ഞാൻ രാവിലെ പോയാൽ രാത്രി അവരുടെ വൈകിട്ട് 5:30 6 മണിക്ക് ക്ലോസ് ചെയ്യും. ഓണ സമയങ്ങളിലാണെങ്കിൽ നൈറ്റ് കാണും. അല്ലാതെ അവർക്ക് കമ്മീഷൻ കൂടുതൽ വാങ്ങിക്കണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഈ സമയത്തൊക്കെ ഞാനുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ CCTV വെക്കുന്നത്? എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ആ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കുറവുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അത് അറിഞ്ഞാൽ പോലെ. വീടിന് ചുറ്റും വെച്ചിട്ടുണ്ട്. അതറിഞ്ഞാൽ പോലെ. ഈ ഓഫീസിനകത്ത് ഈ പെൺപിള്ളേർ നിൽക്കുന്നിടത്ത് CCTV വെച്ച് ഞാൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതാണോ നിങ്ങൾ പറയുന്നത് ശരി? ഇനി അടുത്തത് നിങ്ങൾ പറയുന്ന അടുത്തത്, എന്റെ വീടിന്റെ മുകളിലത്തെ നിലയിൽ 3ാമത്തെ നിലയിലാണ് ഈ ഇവരുടെ പാക്കിംഗ് റൂം ഉള്ളത്. അവിടെ എവിടെയെങ്കിലും എന്റെ ഹസ്ബൻഡ് ഒന്ന് വന്ന് നീ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാമോ? എപ്പോഴെങ്കിലും. അവിടെ അതിന്റെ ആവശ്യമില്ല. ഇനി വല്ലപ്പോഴും ഒരു ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ അതിനാണ് ഞങ്ങളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്തൊന്ന് എത്തി നോക്കുന്നതല്ലാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരിക്കുമല്ല. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിവുകളുമായി വരിക. ഇനി അടുത്ത കാര്യം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ കേരളത്തിൽ ഒരുപാട് ഓൺലൈൻ പിന്നെ ഷോപ്പുകളുണ്ട്. അവർക്ക് ഓഫ്ലൈൻ ഉള്ളവരുമുണ്ട്, ഓൺലൈൻ ഷോപ്പ് ഉള്ളവരുമുണ്ട്. എനിക്ക് ആരോട് ഇന്നും വരെ ഞാനോ എന്റെ സ്റ്റാഫുകളോ ഒരാളുമായിട്ട് ശത്രുതയില്ല. പലരുടെയും സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൽ പലരും തന്നെ പറയുമ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് എടുക്കുക. എവിടെയാണോ ഓരോ വ്യക്തികൾക്ക്, ഇന്ന് പറയുന്നതല്ല, എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ പറയും, ഓരോ ബിസിനസ് ചെയ്യുന്നവർക്ക് അവരവരുടെ ഐഡിയാസുകളുണ്ട്, അവരുടെ കഴിവാണ്, ആ ബിസിനസിന്റെ ഡെഡിക്കേഷൻ ആണ് അവരുടെ ബിസിനസിന്റെ വളർച്ച എന്ന് പറഞ്ഞ് 2-3 ഷോപ്പുകൾ എന്ന് പറയാണ്. എനിക്ക് ആരുമായിട്ട് ദേഷ്യമില്ല. പിന്നെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ കാണും, അത് ഞങ്ങളുടെ ഫീൽഡാണ്. പക്ഷെ ഇന്ന ഒരാളുടെ അടുത്ത് പോയി നീ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നീ ഇന്ന് അങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്നല്ലോ, ഒരുങ്ങി വന്നല്ലോ, ആടി വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്യാം. അത് എന്റെ ഫീൽഡല്ല, അവരുടെ കച്ചവടം അവർ നടത്തുന്നു. ദൈവ സഹായത്താൽ എന്റെ കഴിവ് കൊണ്ട്, ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് ഗ്ലിറ്റ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പുണ്ട്. അവർക്ക് ഓഫ്ലൈനും ഉണ്ട്, ബ്രാഞ്ചുകളും ഉണ്ട്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി. അവരുടെ ഹാളിക്ക് കൂടുതലായിട്ട് പേഴ്സണലി അവരെ അറിയില്ല, ഞാൻ വീഡിയോ കൂടെ മാത്രമേ പുള്ളിക്കാരിനെ കണ്ടിട്ടുള്ളൂ. വളരെ സെലക്ഷനോട് കൂടി മെറ്റീരിയൽസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അവരുടേതായിട്ടുള്ള, ആരെയും ചീത്ത പറയാതെ, ആരെയും തെറി പറയാതെ, ഒന്നും പറയാതെ അവരുടെ ഡെഡിക്കേഷൻ ആ ബിസിനസിന് വേണ്ടി കാഴ്ചവെച്ചൊരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ കുറെ അവരുടെ വ്യൂസ് കണ്ട്, അവരുടെ കാര്യങ്ങൾ കണ്ട് നമ്മൾക്ക് തന്നെ ഷോക്കായി പോകും. കാരണം മില്യൺ വ്യൂസും മില്യൺ ലൈക്കൊക്കെയാണ് ആ വ്യക്തിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടിയത്. ഞാൻ എടുത്ത് കുശുമ്പെടുത്തിട്ട് കാര്യമില്ല. വേറൊരാള് ഞാൻ വന്ന് എന്റെ ഇതിലോട്ട് പറയാണ്, ഗ്ലിറ്റ്സിന്റെക്ക് 63 മില്യൺ ലൈക്ക് കിട്ടി, അത് അവരുടെ ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഡെഡിക്കേഷൻ, ആ ബിസിനസിന് വേണ്ടി ആ ആള് ചെയ്തിരിക്കുന്ന ഹാർഡ് വർക്കിനെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് പലരായിട്ട് അത് നഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് എന്റെ വീഡിയോ കൂടെ അത് പറയാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും ഒരേ ഫീൽഡിൽ നിൽക്കുന്നവരാണ്, എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തൂല. ആ വ്യക്തി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോയി. ഏതോ കുറെ സൈറ്റുകാർ അവരുടെ ഫേക്ക് ഐഡീസ് തുടങ്ങി അവരെ മനഃപൂർവ്വം അവരെ ഇല്ലാതാക്കി. അവർ ഓരോ വീഡിയോയുടെ താഴെയും ബാഡ് കമന്റ്സ് വന്നു. കാരണം ഇവർ പറ്റിപ്പാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവരെന്ത് വെട്ടിച്ചു? അവരുടെ കസ്റ്റമേഴ്സിനെ ഒന്നും അവർ വെട്ടിച്ചിട്ടില്ല. ഇത് മറ്റു പല സൈറ്റിൽ നിന്നും അവരുടെ ഫേക്ക് ഐഡീസിൽ കൂടെ പോയി വേറെ വാട്സപ്പ് നമ്പർ കൊടുത്തു, വേറെ കാര്യങ്ങൾ കൊടുത്ത് അവിടെ തട്ടിപ്പെടും. പക്ഷെ അതിന് ഇരയായത് അവരുടെ ഹാർഡ് വർക്കാണ്. അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ഐഡന്റിറ്റിക്കാണ് അവർ പലയിടത്തും വിഷമിച്ച് നിന്നത്. ആ സ്ത്രീയെ തകർക്കാൻ ശ്രമിച്ചില്ലേ? ഈ പറയുന്ന ആർക്കെങ്കിലും അവരെ പോലൊന്ന് വളർന്നു വരാൻ പറ്റുമോ? പറ്റത്തില്ല. അവർ ഡെഡിക്കേഷൻ കൊടുത്തു, അത് അവർക്കേ അറിയത്തുള്ളൂ. അടുത്തത് ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂങ്കോഡസ് കോച്ച്. എനിക്ക് ഒരു വ്യക്തിപരമായും എനിക്ക് അറിയില്ല. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ അപാര കഴിവാണ്. എനിക്കെന്ന് പറയുന്നത് പല മാനുഫാക്ചേഴ്സിന്റെ ഐഡിയാസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഞാനുള്ള കാര്യം പറയാലോ, എനിക്കിപ്പം ഡെയിലി 3 വീഡിയോസ് 4 വീഡിയോസ് ഇത്രയും ബൾക്കിൽ വരുമ്പോൾ എനിക്ക് പാറ്റേൺ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ എനിക്ക് ചെയ്യുന്നവർ അവരുടെ ഐഡിയയിൽ ചെയ്യും. പക്ഷെ ഈ മോങ്കോഡസ് കോച്ച് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അവരുടെ കഴിവാണ് ആ പ്രസ്ഥാനം 2.3 മില്യണോ 5.3 മില്യണോ ഫോളോവേഴ്സിൽ എത്തി നിൽക്കുന്നതും അവരുടെ വീഡിയോസിന് അത്രയും വ്യൂസ് കിട്ടുന്നതും അവരുടെ കഴിവാണ്, അവരുടെ ഹാർഡ് വർക്കാണ്. എനിക്ക് ചോദ്യം ചെയ്യാൻ എന്ത് റൈറ്റ് ആണുള്ളത്? പിന്നെ
അവരുടെ വീഡിയോസ് അവരുടെ കസ്റ്റമേഴ്സ് വന്ന് പറയുന്നത് കസ്റ്റമർക്ക് ഉണ്ടായ അനുഭവം നമുക്ക് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ഒരു കസ്റ്റമർക്കോ 2 കസ്റ്റമർക്കോ അനുഭവം ഉണ്ടായിക്കണം, അവർ വീഡിയോ ചെയ്ത് കാണും. ആ ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ് മൊത്തം പോസിറ്റീവ്, ആ നെഗറ്റീവ് കമന്റ്സ് മൊത്തം ജെനുവിൻ ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. ആ സ്ഥാപനം വളർന്നു വരുമ്പോൾ അത് പലർക്കും സഹിക്കാൻ പറ്റത്തില്ല, അവരെ തകർക്കാനായിട്ട് ശ്രമിക്കും. ആ വ്യക്തിക്ക് കഴിവുള്ളത് കൊണ്ട് അതിനെയെല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉള്ളത് കൊണ്ട് അവരിതൊന്നും കൂസാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, തകർക്കാനായിട്ട് അതും ശ്രമിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് വരുന്ന ഏറ്റവും ഇതാണ് കളേഴ്സ്. അച്ചുവും കളേഴ്സും തമ്മിൽ ശത്രുതയാണോ? അച്ഛൻ ഒത്തിരി പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് നിന്നൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് തമ്മിൽ അറിയത്തില്ല, ഞങ്ങളുടെ ഇടയ്ക്ക് നിന്നൊക്കെ അവിടുത്തെ കുറ്റം എന്റെ അടുത്ത് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പിടിച്ചോണ്ടൊക്കെ പോകാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം കളിച്ച ആളെ ഉൾപ്പെടെ ഞാൻ പറയാം. പക്ഷെ അങ്ങനെ ഇപ്പൊ എനിക്ക് പറയേണ്ട ആവശ്യം, ഒത്തിരി പേര് കളിച്ചിട്ടുണ്ട്. അച്ചുവും ഇവരും തമ്മിലാണ്. എനിക്ക് അവരുമായിട്ട് എന്ത് ശത്രുതയാ ഉള്ളത്? അവരുടെ ടെക്സ്റ്റൈൽസ് ആണ്, എല്ലാം ഉണ്ട്. സാരീസ് ഉണ്ട്, ഷോൾ ഉണ്ട്, ദുപ്പട്ടയുണ്ട്, ബോട്ടംസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ആ സ്ത്രീയുടെ ഡെഡിക്കേഷൻ ആണ്, ആ വ്യക്തിയുടെ ഡെഡിക്കേഷൻ ആണ് അവരുടെ ഷോപ്പ് എന്ന് പറയുന്നത്. എന്റെ സ്ഥാനത്താണെങ്കിൽ ഈ ഒരു സമയത്ത് എന്റെ വീഡിയോ നല്ല ട്രെൻഡിങ്ങിലും വ്യൂസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഫീൽഡിൽ നിൽക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ വന്ന് പുകഴ്ത്തി പറയേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഒരേ ഫീൽഡാണ്. പക്ഷെ സത്യമായി പറയണം, എന്റെ ബിസിനസ്സിന് ഒരു സത്യം വേണം. അപ്പൊ ഈ കളേഴ്സ് എന്ന് പറഞ്ഞ അതിന്റെ ഓണർ എനിക്ക് പേഴ്സണലി അറിയത്ത പോലും ഇല്ല. ഞങ്ങൾ ഇന്ന് വരെ ഒരു ഗ്രൂപ്പ് പോലും ഞങ്ങൾ ലേഡീസ് തമ്മിൽ ഇല്ല, ഞാനില്ല. അവരൊക്കെ കാണുമായിരിക്കും, ഞാനില്ല. അതിൽ എന്നെ ഉൾപ്പെടെ എനിക്ക് അറിയത്തില്ല, ഞങ്ങളില്ല. ഞങ്ങൾ ശത്രുതയും ഇല്ല, ഞങ്ങൾ ആ കോണ്ടാക്ട്സും ഇല്ല. അവരൊരു അധ്യാപികയാണ്. അധ്യാപിക റിസൈൻ ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. അവര് വന്ന ഒരു ദിവസം ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, എന്നിട്ട് പോലും ഞാൻ ഒരു വീഡിയോയുടെ ഒറ്റ ഓർമ്മ ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ കാണിച്ചാ പോകുന്നത്. ആ വ്യക്തി അത്രയും ഡ്രസ്സ് വിയർ ചെയ്യും. ഒരു ഡ്രസ്സ് വിയർ ചെയ്ത് ഇടുക എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം എഫേർട്ടാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പുറത്തു പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് അവര് രാപകലില്ലാതെ ആ ബിസിനസ്സിനെ കളേഴ്സ് എന്നുള്ളൊരു പേരിനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ അവരുടെ വീഡിയോയില് ഒരു സ്ഥാപനങ്ങളെയും ഇൻസൾട്ട് ചെയ്ത് പറയുന്നില്ല. കോമ്പറ്റീഷൻ കാണിക്കും, ഞാൻ ചെയ്യുന്ന കണ്ട് വേറൊരാൾ ചെയ്യും. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഇതാണ്. കാരണം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റാഫുകളെ വെച്ചാൽ അവരും ചിലപ്പോൾ സ്റ്റാഫുകളെ വെക്കും. ഞാൻ ഇന്ന് എന്റേതായിട്ട് ചെയ്യും. നാളെ വേറൊരാൾ, ഇപ്പൊ ട്രെൻഡിങ് ആലിയ കട്ട് ആണെങ്കിൽ എല്ലാവരും ആലിയ കട്ട് കൊണ്ടുവരുന്നില്ലേ? അത് ഒരു മാർക്കറ്റിംഗ് ആണ്. ഇന്നിപ്പോ ഇന്ന ഫീൽഡിൽ ഇതാണെങ്കിൽ ഞങ്ങൾ അത് കൊണ്ടുവരുന്നു. ഞാൻ എന്തിനാണ് ഈ വിജയിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങളെയൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ പോകുന്നത്? ഇതുപോലെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അവരെയൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടാണോ ഞാൻ എന്റെ ബിസിനസ് നടത്തേണ്ടത്? അവര് കാറിൽ വരുന്നത് നോക്കുന്നു, അവരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നു, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചൊറിയാൻ പോകുന്നു. ഇതിനൊക്കെ എന്തിനാണ് എന്റെ ആവശ്യം? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ബിസിനസിനെ വളർത്തുക. ഒരാളെ കുറ്റം പറഞ്ഞല്ല എന്റെ ബിസിനസിനെ വളർത്തുന്നത്. ഇവരെല്ലാം കഴിവുള്ള സ്ത്രീകളാണ്. അവരുടെ ഹാർഡ് വർക്കും കൊണ്ടാണ് അവരുടെ ആ ഒരു പേര് നിലനിന്ന് പോകുന്നത്. അവർ അതിനായിട്ട് ഡെഡിക്കേറ്റഡ്. അച്ചുവിന് എന്ത് ചെയ്യും, അച്ചുവിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അച്ചുവിനെ തപ്പാൻ പോയി, അച്ചുവിന്റെ കാര്യങ്ങൾ, ഇതൊന്നും അല്ല അവർ ചിന്തിക്കാൻ പോകുന്നത്. അവർ ചിന്തിക്കാൻ പോകുന്നത് ഞാൻ നാളത്തെ വീഡിയോയിൽ എന്ത് ഐറ്റം കൊണ്ടുവരണം, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് കൊണ്ടുവരണം. ഇപ്പൊ മോങ്കോഡിസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഐഡന്റിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് എന്ത്, അല്ലാതെ വേറെടുത്തുനിന്ന് ഇപ്പൊ സാധനം എടുത്തത് ചെയ്യുമല്ല. അപ്പൊ അതിന് അത്രയും അതിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യണം. ഞാൻ ഇന്ന് പുതിയ പാറ്റേൺ എങ്ങനെ കൂടെ. അപ്പൊ 1000 ബാഡ് കമന്റ് വരുമ്പോൾ ആ സ്ഥാപനം പൂട്ടണം. ഞാൻ അതാണോ ആഗ്രഹിക്കുന്നത്? എനിക്ക് കേരളത്തിൽ ഇനി എന്റെ സ്ഥാപനത്തിൽ നിന്ന് തെളിവ് തരണോ? എന്റെ സ്ഥാപനത്തിൽ നിൽക്കുന്ന കുട്ടി പോയി ഓൺലൈൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അതിനെ വിളിച്ച് അതിന് കൊടുത്തിരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞത്, നീ എന്തിനാണ് ഈ അറിയാത്ത പണിക്ക് പോയി ചെയ്തത്? കാരണം ഇതൊരു ഒരാൾക്കൊന്നും, നീ ഇപ്പൊ ഇവിടെ നിന്ന് കസ്റ്റമറെ ഡീൽ ചെയ്തിട്ടേ ഉള്ളൂ, അത് വെച്ചിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. അത് ഒത്തിരി കാര്യങ്ങളാണ്. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ ഞങ്ങളിൽ നിന്ന് ആദ്യം ഒരു ഇച്ചിരി 5 പീസ് എടുത്ത് ചെയ്തിട്ട് വളർന്നു കഴിഞ്ഞിട്ട് നീ പഠിച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും പോയി പർച്ചേസ് ചെയ്തോ. കാരണം പൊട്ടരുത്. അത് തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു എഫേർട്ട് പോരുത്. ഞാൻ ഒരിക്കലും നിന്റെ സ്ഥാപനം പൂട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ നിനക്കെതിരെ ആക്ഷനുമായിട്ട് വരുമെന്നോ നിന്നെ ഭീഷണി ഞാൻ ചെയ്തിട്ടില്ല. അതുവരെ ചെയ്ത സ്റ്റാഫുകളുണ്ട്. 3 വർഷം എന്റെ കൂടെ നിന്നിട്ട് ഞാൻ അവർക്കെതിരെ പബ്ലിക്ക് വന്നിട്ട് പറയാം, ഇന്ന കുട്ടി പോയി
വീട് പിന്നെ ബൊട്ടീക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇവൾ ഫേക്ക് ആണ്, നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തെന്ന് ഞാൻ പറയത്തില്ല, ഒരാൾ അന്നം ഞാൻ മുട്ടിക്കത്തില്ല. ഈ 3 വർഷം എന്റെ കയ്യിലുള്ളത് റീച്ചായി നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പല കുട്ടികൾ, നിങ്ങൾക്ക് ഓരോരുത്തരും എനിക്കെതിരെ കമന്റ്സ് ഇട്ട ഓരോ കമന്റുകളും ഇതേപോലെ തന്നെ ഞാൻ വ്യക്തമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ പ്രൊഫൈൽ ഫോട്ടോ ഉൾപ്പെടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ കുട്ടികളും ഇവിടുന്ന് പോയിട്ടുള്ള എനിക്കെതിരെ ബാഡ് കമന്റ്സ് ഇട്ടേക്കുന്ന ഇതേപോലെ ഫോട്ടോസുകൾ എടുത്ത് അവരെനിക്കിട്ടിരിക്കുന്ന ബാഡ് കമന്റുകൾ ഇതേപോലെ ഞാൻ ഫോട്ടോസ് എടുത്ത് ക്ലിയർ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് എനിക്കെതിരെ ബാഡ് കമന്റ്സ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഓരോരുത്തരുടെയും ഓരോ ആൾക്കാരുടെയും ഇതേപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരെ ഒരാളെയെങ്കിലും ഞാൻ ഇന്ന് വരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആക്ഷേപിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, നിങ്ങൾക്ക് ഓർഡർ എടുത്തുകൊണ്ട് ഇന്നലെ വരെ ഇരുന്ന് ഈ കുട്ടി പോയിട്ടുണ്ട്, ഈ കുട്ടിയെ സൂക്ഷിക്കണം, കേരളത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഈ കുട്ടികൾക്ക് ജോലി കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. എനിക്ക് ആക്ഷേപിച്ച അവർക്കാർക്കും ആ പ്ലാറ്റ്ഫോം ഇല്ല. പക്ഷേ ഞാൻ എന്തിനാ അത് ചെയ്യുന്നേ? ഇനി ഈ ആരോപണങ്ങൾ ഇട്ടിരിക്കുന്ന, ഇപ്പൊ കമന്റ്സ് കുറച്ച് കാണിച്ചല്ലോ, ഈ കമന്റ്സ് ഇട്ടിരിക്കുന്ന കുട്ടികൾ ഒരാളെങ്കിലും എന്റെ പ്രശ്നം കൊണ്ട് പോയിരിക്കുന്നവരോ ഓണർമാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് പോയിരിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ പ്രൂഫുകളോട് കൂടി ഞങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് നിങ്ങൾ പറയുന്ന പാരിതോഷികം തരാനും തയ്യാറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ദിവസം വന്നവരുണ്ട്, 10 ദിവസം നിൽക്കുന്നവരുണ്ട്, 1 മാസം നിന്നവരുണ്ട്. ഇത് ട്രെയിനിങ് പീരീഡിൽ അവർക്ക് ഈ ജോലി സ്ഥാപനം കണ്ടു പഠിക്കാൻ വന്നവരുണ്ട്. ഈ കമന്റ്സ് ഇട്ടിരിക്കുന്നവരെ കുറിച്ചിട്ടാണ്. അവര് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒലീവിയ തുടങ്ങിയത് ഇന്നല്ല, 19 വർഷമായി ഒലീവിയ തുടങ്ങിയിട്ട്. ഈ 19-18 വർഷം മാവേലിക്കര, പത്തനംതിട്ട പലയിടത്ത് ബ്രാഞ്ചുകളുണ്ട്. ഈ എറണാകുളം വരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ 18 വർഷം മുമ്പ് 6000 രൂപ ശമ്പളം മേടിച്ചത് ഈ 3 വർഷം കഴിഞ്ഞ് ഈ 2024 വന്ന് പറയേണ്ടത്. 18 കൊല്ലം മുമ്പ് ഒരു സ്ഥാപനങ്ങളിൽ എത്ര ഉണ്ടായിരുന്നു സാലറി? അവരിങ്ങോട്ട് വന്നത് എനിക്ക് 6000 കിട്ടിയുള്ളൂ, 25,000 പരസ്യത്തിൽ നിന്ന് വല്ല ലോജിക്കുണ്ടോ? 3 വർഷമായി ഞാൻ കൊടുത്ത എന്റെ ഓൺലൈനിന്റെ പരസ്യം 18 വർഷം മുമ്പ് നിന്ന് എന്റെ സ്റ്റാഫിന് എങ്ങനെ കിട്ടും? തെളിയിക്കുക, നിങ്ങൾ തെളിയിക്കുക. 6000 കിട്ടിയെന്ന് പറഞ്ഞ ഇതുമായിട്ട് 18 വർഷം മുമ്പും 5 വർഷം മുമ്പും 7 വർഷം മുമ്പും 8 വർഷം മുമ്പും പത്തനംതിട്ടയിലും മാവേലിക്കരയിലൊക്കെ നിൽക്കുന്നവർ വരുമ്പോ നിങ്ങൾ പറയുക അന്ന് എന്റെ പരസ്യം എവിടെ? ആ പരസ്യത്തിൽ ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട്? ഇത് ഇന്നത്തെ പരസ്യമാണ്, ഈ ഓൺലൈനുമായി ബന്ധപ്പെട്ട പരസ്യമാണ്. അപ്പൊ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നത് വാക്കുകളിൽ കൊണ്ടോ, എനിക്കെതിരെ വീഡിയോ ചെയ്തവരെ തെറി പറഞ്ഞുകൊണ്ടോ, എനിക്കെതിരെ വീഡിയോ ചെയ്തവർക്ക് ഭീഷണി കൊടുത്തുകൊണ്ടോ അല്ല. എനിക്ക് എല്ലാവരോടും സ്നേഹം. എനിക്കെതിരെ ഒരുപാട് സ്ത്രീകൾ കൂട്ടായ്മയോടെ വന്നിട്ടുണ്ട് എതിരുമായിട്ട്. അവരൊന്നും എന്നെ അറിയോ പോലും ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അവരോടെല്ലാം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സ്ത്രീകളോട് ഇത്രയും സ്നേഹമാണെങ്കിൽ, ഇത്രയും കുട്ടികളോട് ഈ പുറത്തിറങ്ങി നിങ്ങൾക്ക് തരുന്ന കമന്റ്സ് തരുന്ന പല കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫ് തരുന്ന കുട്ടികൾ, നിങ്ങൾ ഒരു ദിവസം അവരെയും കൂട്ടി ഇങ്ങോട്ട് പോവാം, നമുക്ക് സ്നേഹത്തെ ഇരുന്ന് സംസാരിക്കാം. അവർക്ക് പറ്റിയ ഫാൾട്ടിലുള്ള പ്രൂഫുകൾ നിങ്ങളെ കാണിക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിങ്ങളെ ചവിട്ടുവന്ന് വെട്ടുവെന്ന് പറഞ്ഞു, അതോ നിങ്ങളോട് കയറരുതെന്ന് പറഞ്ഞു? ഇല്ല, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ, പിന്നെ ഇടയ്ക്ക് 2 ദിവസമൊക്കെ ഞാൻ പുറത്ത് പല ആവശ്യങ്ങൾക്ക് പോകണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അല്ലാതെ ഞാൻ ഇവിടെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ വാ, എനിക്ക് നിങ്ങളോട് എന്താ ദേഷ്യം? ഈ വീഡിയോ ചെയ്ത ആരോടേലും എനിക്ക് വ്യക്തിവൈരാഗ്യമുണ്ടോ? ഞാൻ ഈ ഇത്രയും വീഡിയോ ചെയ്ത മാനുഫാക്ചേഴ്സ് വരെ വന്ന് സംസാരിച്ചെന്ന് നിങ്ങൾ പറഞ്ഞു. ആ മാനുഫാക്ചറുമായിട്ട് എനിക്ക് ഒരു വാക്കിന്റെ പേരിലെങ്കിലും ഒരു ഇതുണ്ടോ? ഞാൻ വീട് വെച്ചതാ മാനുഫാക്ചറുടെ കുറ്റം, ഞാൻ കാറ് കയറിയതാ കുറ്റം. ഇതൊക്കെ ഒരു കുറ്റമാണോ? ഇതൊക്കെയാണോ കുറ്റം? പിന്നെ എന്റെ കുർത്തീസുകൾ ഇപ്പം ഇവിടുത്തെ കംപ്ലീറ്റ് ലൈവിൽ വരെ വന്നിരുന്ന് പറഞ്ഞത് അവരുടെ ഒരു തീരുമാനം അച്ചു റേറ്റ് കൂട്ടണം. അങ്ങനെ മുന്നോട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ പബ്ലിക്ക് വരട്ടെ. അവര് അവിടെ ഇവിടെ ഇരുന്ന് വോയിസ് ക്ലിപ്പ് കൊടുത്ത കാരണം ഒരു മാം എന്നെ കുറെ വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിച്ചു. പല കടക്കാർ എനിക്ക് തന്ന വോയിസ് ക്ലിപ്പാണ്. ഞങ്ങൾ ആത്മഹത്യാ ഭീഷണിയിലാണ്, കാരണം ഒലീവിയ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് പറ്റുന്നത്. നിങ്ങൾ കസ്റ്റമേഴ്സ് കേൾക്കുക, അവിടെ ഒരു പ്ലസ് പോയിന്റ് ആണ് നിങ്ങൾക്ക്. ഞങ്ങളില്ല, ഞങ്ങൾ അറിയാതെ ഞങ്ങളെ മറ്റുള്ളവർ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് തന്നാണ് ഒലീവിയൽ റേറ്റ് കുറവാണ്. അച്ചുവിന്റെ സ്റ്റാഫുകളോ അല്ല പറയുന്നത്, പബ്ലിക്കാണ് പറയുന്നത് ആ റേറ്റ് കുറവ്. ആ റേറ്റ് കുറവിന് ബുദ്ധിമുട്ടുള്ള കടക്കാർ ആരാണോ ഉള്ളവർ
അവർക്ക് പബ്ലിക്കിലേക്ക് വന്നൂടെ? നമുക്ക് കൂടിയൊന്ന് സംസാരിച്ചൂടെ? എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞൂടെ? ഞാൻ എന്റെ സ്റ്റാഫുകളെ സ്നേഹിച്ചു, എന്റെ സ്റ്റാഫുകളെ സഹോദരിമാരെ കണ്ടു, അവരോടൊപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തു. അവര് നിന്നപ്പോ ഉള്ള വോയിസ് ക്ലിപ്പുകൾ ഞാൻ തരാം നിങ്ങൾക്ക് ഞാൻ തരാം. ഈ കുട്ടികൾ ഇന്ന് കമന്റ് ഇട്ടൊക്കെ ഞാൻ ഫോട്ടോസ് ഉൾപ്പെടെ നിങ്ങളെ കാണിച്ചില്ലേ? ഈ ഓരോ കുട്ടികളും ഇവിടുന്ന് പോയിരിക്കുന്നതിന്റെ പ്രൂഫ് തരാം, അവർ തന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ തരാം, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ തരാം. ഇതെല്ലാം എന്റെ പക്കലുണ്ട്. എപ്പിസോഡായിട്ട് ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് കൊണ്ടുതരാം. ആ കൊണ്ടുതരുമ്പോ നിങ്ങൾ പിന്നെ എന്തിനാ അത് കേൾക്കൂ നിങ്ങൾ. എന്നിട്ട് ഈ ചെയ്യുന്നവരെല്ലാവരും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ ഞാൻ ഒരു ലേബർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നേ ഓരോ കാര്യങ്ങൾക്ക്, ഒരു കസ്റ്റമർക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ സമീപിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല, കൺസ്യൂമർ കോർട്ടിലാണ്. ഒരു ലേബർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലല്ല അവർ വന്നിരിക്കേണ്ടത്, ആ ലേബർ ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവർ മുൻപോട്ട് പോകേണ്ടത്. അങ്ങനെ ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നിന്റെയും ഇതല്ല. സോഷ്യൽ മീഡിയയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെ തകർക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് നീതി മേടിച്ചു കൊടുക്കുക, ഒരു വ്യക്തിക്ക് അവർക്ക് നിയമസഹായം തേടിക്കൊടുക്കുക എന്ന് പറയുന്നതാണോ സോഷ്യൽ മീഡിയ? ഒരിക്കലുമല്ല. സോഷ്യൽ മീഡിയ ആ വളർന്നു വന്ന വ്യക്തി, അവരുടെ സംരംഭം, അവരെന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യണം മൂടോടെ. അതിനാണ് ഈ സോഷ്യൽ മീഡിയ തിരിച്ചിരിക്കുന്നത്. അപ്പോ ചിലർ ചോദിച്ചതുപോലെ നമുക്ക് വീഡിയോയിൽ ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നിരിക്കാൻ തകർന്നില്ലേ, അവർക്ക് തളർന്നു കിടന്നൂടെ? ഞാൻ എന്തിനാ തളർന്നു കിടക്കുന്നത്? ഞാൻ അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് ഏത് കാര്യങ്ങൾ ആരെന്നോട് ചോദിച്ചാലും അതിന് വ്യക്തമായി കൃത്യതയോടെ മറുപടി പറയാനുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. അതിന് പിന്നിൽ എനിക്ക് അഡ്വൈസ് തരാനുള്ള ആൾക്കാരും എന്റെ ഭാഗത്തുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകണ്ടല്ലോ. അപ്പോ ഇത് തുടങ്ങുന്നത് ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വ്ലോഗിൽ നിന്നാണല്ലോ. ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പരിസരം മുഴുവൻ ഒലിവിയെ കുറിച്ച് നെഗറ്റീവാണ്, വളരെ മോശമായിട്ടാണ് എൻ്റെ നാട്ടുകാരും എല്ലാവരും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടി എന്തിന്റെ പേരിലാണ് എന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നത്? അപ്പൊ ഈ കുട്ടി 2 ദിവസത്തേക്ക് മോശപ്പെട്ട സ്ഥാപനത്തിനെ കുറിച്ച് ഇമേജ് കിട്ടിയ ഒരു കുട്ടി, അതിന്റെ എന്താ പറയുന്നത്, നമ്മൾ ആരും ചിന്തിക്കത്തില്ല. അത് വീണ്ടും ജോലിക്ക് വരുന്നു, ഷോപ്പില് ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷോപ്പിൽ, പക്ഷെ ഓൺലൈൻ ഓഫീസിലെ കാര്യങ്ങളാണ് ആ കുട്ടി പറയുന്നതൊക്കെ. 2 ദിവസത്തെ ഷോപ്പിൽ നിന്നു അത് പോയി. ഇവിടുന്ന് ആരും തന്നെ അതിനെ ഫോഴ്സ് ചെയ്ത് എന്തിനാ കുഞ്ഞെ നിർത്തിയെന്ന് പോലും ചോദിക്കാൻ വിളിച്ചിട്ടില്ല. അത് പോകുന്നു. തൊട്ടടുത്ത ജൂൺ 27-ാം തീയതി ഒരു വീഡിയോ വരുന്നു. സൈന്യങ്ങളെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചോണ്ട് ഞാൻ ഇപ്പോൾ എന്റെ വീഡിയോ ഇടും. തൊട്ട് താഴെ ഫേക്ക് കമന്റ്സും ഫേക്ക് ഐഡീസുമായിട്ട് നിങ്ങൾ വന്നോണം എന്നുള്ള ആ ഒരു നിലനിൽപ്പോടെ ഇടുന്നു. ദാ വരുന്നു 1000-1500 കമന്റ്സുകൾ, മിനിറ്റ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ. സെക്കൻഡ് വെച്ചാൽ ഒരു വീഡിയോ വന്നാൽ അത് കണ്ടൊരു കമന്റ് വരണമെങ്കിൽ ആഴ്ചകൾ എടുക്കും, ദിവസങ്ങൾ എടുക്കും, മണിക്കൂറുകൾ എടുക്കും. ഇത് മിനിറ്റ് സെക്കൻഡിൽ വരുവാണ്, ഇങ്ങനെ സെക്കൻഡിൽ. അപ്പൊ തന്നെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന സൈന്യത്തെ നിലത്തി നിർത്തി. അതിനുശേഷം ഈ കുട്ടി തന്നെ ഇത് പലർക്കും അയച്ചു കൊടുക്കുക. പലരുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളാണ് ഞങ്ങൾക്ക് അയച്ചു തരുന്നത്. 16 മണിക്കൂറിനുള്ളിൽ ഇതാ കൂണുകൾ മുളച്ചു വരുന്നത് പോലെ കംപ്ലീറ്റ് വീഡിയോസുകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒലീവിയയുടെ ഹാഷ്ടാഗ് കൂടി 100-something വീഡിയോസുകൾ 16 മണിക്കൂറിനുള്ളിൽ. അതൊരു വലിയ അനുഭവമാകുന്നു. അതിങ്ങനെ പൊട്ടിച്ച് വരുന്നവരെല്ലാം ഏറ്റെടുത്ത് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുന്നത്, അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ഏകദേശം ഒക്കെ മനസ്സിലാക്കി കാണും. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് അറിയാത്ത ആൾക്കാരിലും കൂടെ എത്തിച്ചു തന്നു, വേൾഡ് മുഴുവൻ. അതിന് എനിക്ക് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ഓഫീസിൽ ഇന്നും സ്റ്റാഫുകൾ വന്നിരിപ്പുണ്ട്, എനിക്ക് അവരുടെ ആ ദയനീയ അവസ്ഥ നിങ്ങൾ കാരണം പലരും പറഞ്ഞത് അച്ചു സിമ്പതി നേടി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഒരു പിള്ളേരുടെ വിഷമാവസ്ഥ നിങ്ങളെ കൊണ്ടുപോയിട്ട് പറയാൻ തകർന്നു തരിപ്പണമായി ദാ ഇരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവരെന്തോ എനിക്ക് നിങ്ങൾ പറഞ്ഞ് ഞാൻ ഡാൻസ് കളിക്കാൻ കൊണ്ടുവന്നതും ആടാൻ കൊണ്ടുവന്നതും പാടാൻ കൊണ്ടുവന്നതും ഒക്കെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, ഞാൻ ഇഞ്ചക്ഷൻ കുത്തി വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നതല്ലേ.
അല്ലേ? അങ്ങനെയല്ലേ എനിക്ക് റീച്ച് കിട്ടണം. ഇപ്പൊ എനിക്ക് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, നല്ല റവന്യൂ കിട്ടുന്ന ടൈമാണ്. ദാ ഇരിപ്പോണ്ട് അപ്പുറത്ത് കുറെ പിള്ളേർ കരഞ്ഞു കലങ്ങിയ കണ്ണീരുമായി. അവരുടെ കണ്ണീര് വിറ്റുള്ള റവന്യൂ എനിക്ക് വേണ്ട. എനിക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കാം, കുറച്ച് സാഡ് സോങ്സ് വിട്ട് ദാ ഇരിക്കുന്നു മക്കളെ, തകർന്നടിഞ്ഞ കുടുംബം, ഈ കുഞ്ഞുങ്ങൾ എന്തോ അവര് പറയും, അവരുടെ ജോലിക്ക് വേണ്ടി ഇന്നവർ എന്തും പറയും. എന്റെ വീഡിയോയിൽ ഞാൻ അവരുടെ സാഡ്നെസ് പ്രദർശിപ്പിച്ചിട്ടില്ല. കാശുകൾ മുടക്കി ബ്ലോഗർമാരെ എന്റെ സ്ഥാപനത്തിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. ഈ കണ്ണീര് കൊണ്ടുപോയി നിങ്ങൾ പബ്ലിക്കിനെ കാണിച്ച് അച്ചുവിനെ വെള്ളപൂശെന്ന് പറഞ്ഞ് ഓരോ ബ്ലോഗർമാരെയെങ്കിലും അച്ചു വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറയാം. വീഡിയോ ചെയ്യാൻ പറഞ്ഞില്ല, സത്യാവസ്ഥ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നഷ്ടം പറ്റിയിരിക്കുന്നത് ആ കുറെ കുട്ടികൾക്കാണ്, ആ കുട്ടികളുടെ കണ്ണുനീരിനാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കൂ. ഇത്രയും ഒരാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, എനിക്ക് ഇവരെ ആരെയും വേണ്ട. നിങ്ങൾ ഓരോരുത്തരും കൊടുക്കൂ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം കൊടുത്തിരിക്കുന്നത് അവരുടെ നമ്പറുകളാണ്. നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, അവരെ ഇന്നും അവരുടെ ഇരുന്നൊന്നും ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത്രയധികം ആരോപണങ്ങൾ വന്നപ്പോൾ എനിക്ക് അറിയാത്തവർ, കണ്ടിട്ടില്ലാത്തവർ, കേട്ടിട്ടില്ലാത്തവരൊക്കെ വന്നിട്ടും എന്റെ കസ്റ്റമേഴ്സ് അവർ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്നത് എന്താണ്? കുറെ ബ്ലോഗർമാരുടെ സർട്ടിഫിക്കറ്റ് ആണോ? കുറെ പിന്നെ അതല്ല, അവർക്ക് എനിക്ക് വേണ്ട എന്റെ സമ്പാദ്യം, എന്റെ അസറ്റ് എന്ന് പറഞ്ഞത് ഞാൻ പ്രോഡക്റ്റ് കൊടുത്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണ്. അവരാണ് എന്റെ ഏറ്റവും വലിയ. ഒരു ദിവസം ഞാൻ ഇത്രയും പ്രോഡക്ട്സ് പോകുമ്പോൾ ആ പ്രോഡക്ട്സ് കിട്ടി എന്റെ കൂടെ ഇന്നും കട്ടയ്ക്ക് നിൽക്കുന്ന കസ്റ്റമേഴ്സ്, എനിക്ക് അതുപോലെ എന്റെ വാല്യൂ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ ബിസിനസിന്റെ ആ ഒരു ജെന്യുവിൻ അല്ലെ ആ ബിസിനസ്സിന് കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ കാര്യം പറയാം. മോളെ നീ ഇന്നൊന്ന് തുടങ്ങാമോ, ഞങ്ങൾ കാത്തിരിക്കുവാന്നാ പറയുന്നത്. ചേച്ചി ഒന്ന് തുടങ്ങാമോ, ഞങ്ങൾ കാത്തിരിക്കും, ഓണമാണ് വരുന്നത്, ഞങ്ങളെ സങ്കടത്തിലാക്കല്ലേ അച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസവും വരുന്ന കമന്റുകൾ എന്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്തത്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ടോപ്പിന് പോലും ഇന്ന് വരെ ഒരു കസ്റ്റമേഴ്സും അതുമായിട്ടോ യാതൊരു കാര്യങ്ങളുമായിട്ട് ഒലീവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരത്തില്ല. ഞാൻ ഈ ബിസിനസ് ചെയ്ത് എന്തിനു വേണ്ടിയോ, നാളെ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയോ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ കസ്റ്റമർ സപ്പോർട്ടിന് അത് എനിക്ക് ഏറ്റവും വിജയകരമായിട്ട് എന്റെ കൂടെയുണ്ട്. അതേപോലെ നിങ്ങൾ വിചാരിക്കും 19 വർഷമൊക്കെ ആയി. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ, എന്റെ സ്ഥാപനം നിൽക്കുന്ന അടൂർ സെൻട്രലിലാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഞാൻ വസ്തു വാങ്ങി അവിടെ സ്വന്തം ബിൽഡിംഗ് പണിതുയർത്താൻ പോവുകയാണ്. അപ്പൊ എന്തായാലും എന്റെ ബിസിനസ്സിൽ ഒരു വിജയമില്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ 18 കൊല്ലം എങ്ങനെ എന്റെ നാട്ടിൽ എന്റെ ബിസിനസ് സ്ഥാപനം മുന്നോട്ട് പോകും? എങ്ങനെ 3 വർഷം കൊണ്ട് ഞാൻ എന്റെ ഓൺലൈൻ കൊണ്ടുവരും? അപ്പൊ എനിക്ക് ഇത്രയും എനിമീസ് ഉണ്ടെന്ന്, എന്റെ ബിസിനസ് വളരുന്നത് ഇത്രയും പേർക്ക് കാണാൻ താല്പര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കുമോ? ഒലീവിയ എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അങ്ങ് അവസാനിക്കുമോ? ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഞങ്ങൾ മുൻപോട്ട് വരും. ഒരു ചെലവും ഇല്ലാതെ അത്രത്തോളം എന്റെ സ്ഥാപനം വേൾഡ് വൈഡ് ആക്കി തന്നിട്ടുണ്ട്. നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ കുട്ടികൾക്ക് മാത്രമാണ്. അവർക്കാണ്. എനിക്ക് സ്റ്റാഫുകളില്ലാതെ ബിസിനസ് കൊണ്ടുപോകുന്ന ഒരുപാട് നൂതന മാർഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ കസ്റ്റമർ സപ്പോർട്ട് കട്ടയ്ക്ക് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോഡക്ട്സിന് വേണ്ടി ഇന്നും കേരളക്കാരെ മാത്രമല്ല വേൾഡ് വൈഡുള്ള എന്റെ കസ്റ്റമേഴ്സ്. അപ്പോ ആ സപ്പോർട്ട് ഉള്ളപ്പോ ഞാൻ ഒരിക്കലും തളരില്ല, തകരില്ല, പതറില്ല. ഞാൻ എന്റെ നൂതന മാർഗങ്ങൾ ഉപയോഗിച്ച് മുൻപോട്ട് തന്നെ പോകും. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഈ റൂമിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം ചലഞ്ച് ചെയ്ത പോലെ തന്നെ പറയുന്നു, എന്റെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു കുട്ടികൾ ജോലിക്ക് വന്നിട്ട്, 2 എണ്ണമുണ്ട്, ഓഫ്ലൈൻ അല്ല ഓൺലൈൻ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിട്ട് ഒരു മാസം അവർക്ക് 40,000 രൂപ ഇവിടെ നിന്ന് വർക്ക് ചെയ്ത്, പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ സ്ഥാപനത്തിൽ വരുന്ന റോഡിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്ക് അതിന് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തിട്ട്, ഓൺലൈൻ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തിട്ട് 40,000 രൂപ കിട്ടില്ലെന്നും ഈ ഫ്രീഡം ഒക്കെ ഫേക്ക് ആണെന്നും അവര് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഫേക്ക് ആണെന്നും ഇവിടെ വന്ന് വർക്ക് ചെയ്ത് കുട്ടികൾ തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 10 ലക്ഷം രൂപ ഈ പറയുന്ന അവരെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ആൾക്കാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതേപോലെ തന്നെ ഞാൻ പറയുന്നു, ഒലീവിയയ്ക്ക് ഒരു സത്യമാണ്, ഒരു കുഞ്ഞു റൂമിൽ നിന്നും ഒലീവിയ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. പലരും അതിനെ അപകീർത്തിപ്പെടുത്തുകയും പല രീതിയിലും, എന്റെ വീട്ടിൽ വരെ യേശുവിന്റെ ഫോട്ടോ വെച്ചപ്പം പറഞ്ഞു ഷാലോം TV കാണുന്നത് പോലെയാണെന്ന്. ഞാൻ ഒരിക്കലും ഒരാളെയും കളിയാക്കി
പുച്ഛിച്ച് ഒരാളെ ഇൻസൾട്ട് ചെയ്ത് നേടിയതല്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ എന്ന് പറയുന്നത്, എന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്റെ കസ്റ്റമേഴ്സിനോട്, ഇന്ന് വരെ എന്റെ കൂടെ നിന്ന് എന്റെ സ്റ്റാഫുകളോട്, എന്നെ കാണുന്ന ഓരോ വ്യക്തികളോടും ഞാൻ സത്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, ഞാൻ ഇനി വരാൻ പോകുന്ന ഒരു വരവ് അതൊരു വലിയ വരവായിരിക്കും. അത്ര മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. സത്യമുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കളവാണെങ്കിൽ ഇതോടെ ഞാൻ ഫ്ലോപ്പായി പോകട്ടെ. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവാണ്. നമുക്ക് വരുന്തോറും എൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. സത്യം എപ്പോഴും ജയിക്കും. മനുഷ്യന്റെ വാക്കുകളല്ല. അതിന് എക്സാമ്പിളായ സൈബർ ആക്രമണത്തിന് ഇരയായിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അവർ കുതിച്ചുയർന്നിരിക്കുകയാണ്. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സൈബർ ആക്രമണം കേട്ടപ്പോൾ ഞാനും പലപ്പോഴും വിഷമിച്ചിരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ അത്രമാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ എനിക്ക് വന്നിരിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും ക്ലിയറായ എവിഡൻസുമായി എപ്പിസോഡുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും. ഞാൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളർന്നു തന്നെ മുൻപോട്ട് പോകും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ. താങ്ക് യു.